ഹായ് ഓൾ, ഇന്ത്യൻ റിയാലിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2332 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷനുമാണ്. 2 നിലകളിലായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി തന്നെയാണ്. ഈ പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നീളത്തിലുള്ള ഒരു പ്ലോട്ടായിരുന്നു ഇത്. വീതി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിലേക്ക് അധികം എടുക്കാനുണ്ടായിരുന്നില്ല ഈ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ. പറഞ്ഞ റിക്വയർമെൻറ്റ് അതിൽ 2 ബെഡ്റൂം വേണം, പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് വേണം, അങ്ങനെ ഒരുപാട് റിക്വയർമെൻറ്റ് ആൾക്കുണ്ടായിരുന്നു. ആ റിക്വയർമെൻ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് യോജിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പ്ലാനിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം നമുക്ക് സിറ്റ് ഔട്ട് നോക്കാം. സിറ്റ് ഔട്ട് വരുന്നത് 392/150 സെൻറ്റിമീറ്റർ എന്ന ലെവലിലാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എൻട്രി ആവുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 373/400 സെൻറ്റിമീറ്റർ സൈസിലാണ് ലിവിംഗ് റൂം വരുന്നത്. അവിടെ തന്നെ പൂജയ്ക്ക് ഒരു ഏരിയ ഉണ്ട്, പിന്നെ പോലെ TV യൂണിറ്റും ഉണ്ട്. ചേർന്നിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 353/367 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ അതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് 233/150 എന്ന മെഷർമെൻറ്റിലാണ് ബാത്റൂം വരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയാൽ ഡൈനിങ് ഏരിയ കാണാം. ഡൈനിങ് ഏരിയക്ക് അതിന് സൈഡിലായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ സ്റ്റെയർ റൂമും ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ്ങിന് തൊട്ടടുത്ത് തന്നെ ഒരു വാഷ് ഏരിയ ഉണ്ട്. പിന്നെ അതിന് തൊട്ട് ഇതായിട്ട് തന്നെ ഒരു കോമൺ ബാത്റൂമും നമ്മൾ കൊണ്ടുവന്നു. പിന്നെ നിന്ന് നമുക്ക് നേരെ അവിടെ തൊട്ടടുത്തൊരു ബെഡ്റൂം ഉണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 373/473 എന്നുള്ള സൈസിലാണ്. അതൊരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. അതിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് കിച്ചണാണ്. കിച്ചൺ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതിനടുത്ത് തന്നെ ഡൈനിങ്ങും വരുന്ന രീതിയിലാണ് നമ്മളത് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയും നല്ലൊരു കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അവിടെ ഒരു ചിമ്മിണിയും വരുന്നുണ്ട്. ഇത്രയും ഏരിയ ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1367 സ്ക്വയർ ഫീറ്റ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്റ്റെയർ കയറി നേരെ എത്തുന്നത് അപ്പർ ലിവിംഗിൽ. അവിടെ നിന്ന് തന്നെ 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രി ആണ് അവിടെ നിന്നുള്ളത്. ഫ്രണ്ട് സൈഡിൽ വരുന്ന ബെഡ്റൂമിൽ നമുക്ക് സൈസ് വരുന്നത് 353/367 എന്ന സൈസാണ് വരുന്നത്. അതിന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു ബെഡ്റൂം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിനും ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ ടെറസ് ഉണ്ട് ബാക്ക് സൈഡിൽ. പിന്നെ വരുന്നത് ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് നേരെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈഡിലായിട്ട് നമ്മളൊരു ഡോറ് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പർ ലിവിംഗിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്കായിട്ടും ഡോർ വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി വെച്ചു. അതിന് ഫ്രണ്ടിൽ തന്നെ ഒരു ഓപ്പൺ ടെറസും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ പ്ലാന്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ഇതിനൊരു മനോഹരമായിട്ടുള്ള എലിവേഷനും കൂടി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും.